പഠിക്കാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ പഠിക്കാൻ കഴിയുന്നില്ല, പഠിക്കാനൊരു മൂഡില്ല, മോട്ടിവേഷൻ ഇല്ല. നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ കമന്റ് സെക്ഷനിൽ പറയുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത്, നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന തമിഴ് ആക്ടർ സൂര്യയുടെ അഗ്രഹം ഫൗണ്ടേഷന്റെ ഭാഗമായിട്ട് നടന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരു 15 വർഷം കൊണ്ട് 51 ഡോക്ടേഴ്സിനെയാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അതിൽ ഓരോ കുട്ടികളും അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് അവർക്ക് പഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു അഗ്രഹം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം വന്നപ്പോഴാണ് അവർക്ക് അവരുടെ പഠിക്കാനുള്ള ആ ഒരു ആഗ്രഹം അവർക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയത്, ഇന്ന് അവർ എത്തി നിൽക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിയത്. അപ്പം നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ ചുറ്റും നിങ്ങൾക്ക് ഉള്ള ഈ സൗകര്യങ്ങളൊന്നും കിട്ടാത്ത ഒത്തിരി കുട്ടികളുണ്ട്. അത് അത്രയധികം ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ചില കുട്ടികളൊക്കെ പറയുന്നുണ്ട് അവർ പുസ്തകങ്ങൾ കെട്ടിപ്പിടിച്ചാണ് ഉറങ്ങിയത്. അതായത് പഠിക്കാൻ അത്രയും ആഗ്രഹമുള്ള കുട്ടികളുണ്ട്, അവർക്ക് ആ സാഹചര്യം ഇല്ലാത്ത ഒത്തിരി പേര് ഇന്നും നമ്മുടെ ചുറ്റിലുണ്ട്. അപ്പം നിങ്ങൾ പഠിക്കാൻ തോന്നുന്നില്ല, പഠിക്കാൻ മൂഡില്ല, മോട്ടിവേഷൻ ഇല്ല എന്നൊക്കെ പറയുമ്പം ജസ്റ്റ് അതൊന്ന് ആലോചിക്കുക. ഓക്കെ, അതുമാത്രമല്ല, വിദ്യാഭ്യാസം കൊണ്ട് അവരുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്. ചില ആൾക്കാരുടെയൊക്കെ ലൈഫ് തന്നെ മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ആ സാഹചര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും നമ്മൾ പഠിക്കുന്നില്ല എന്നാണെങ്കിൽ, നമുക്ക് പഠിക്കാൻ തോന്നുന്നില്ല എന്നാണെങ്കിൽ, നമ്മൾ ലൈഫിൽ നമുക്ക് എവിടെയും എത്താൻ പറ്റാണ്ട് ആയിക്കഴിഞ്ഞാൽ അയ്യോ അന്ന് പഠിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ റിഗ്രറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ചെയ്യണം. കാരണം നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കാനില്ല, പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, ഇപ്പം നമ്മൾ ഉഴപ്പി നടക്കുന്നത് നമ്മുടെ ലൈഫിൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഓരോ സാഹചര്യങ്ങളും ഓരോ ഇതിലും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, അത് ഏറ്റവും അടിപൊളിയായിട്ട് യൂസ് ചെയ്യുക.